നമ്മുടെ എക്സ്പെരിമെന്റിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ടീനെ, ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തെടുത്ത് വെച്ചല്ലേ ടീന? പിന്നെന്താ ഒരു സംശയം? ബാക്കിയുള്ളത് ജിമ്മി കൊണ്ടുവരുമല്ലോ. വലിയ ശാസ്ത്രജ്ഞന്മാര് വന്നിരിക്കുന്നു. ഒരു പെൻസിലോ റബ്ബറോ പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാ വലിയ കണ്ടുപിടുത്തം നടത്താൻ പോകുന്നത്. എന്താ ജൂലി, നീ വലിയ ആലോചനയിലാണല്ലോ. ഞങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിന്റെ തലയിൽ? അതിന് നിങ്ങളെന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് സസ്പെൻസാ. എന്നാൽ എന്റെ തലയിലുള്ള ഐഡിയയും സസ്പെൻസ് ആയിരിക്കട്ടെ. അല്ല പിന്നെ. അല്ലെങ്കിൽ തന്നെ എലിയെ പിടിക്കാനുള്ള എന്തെങ്കിലും കെണിവെക്കാനല്ലാതെ ജൂലിയുടെ തലയിൽ എന്ത് ഐഡിയ ഉണ്ടാവാനാ? അത് തന്നെ വർക്കൗട്ട് ആവുന്നില്ല. പിന്നെയാ പുതിയ ഐഡിയ. പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടിയോ ജിമ്മി? എല്ലാം ഉണ്ട് ടോം. വെരി ഗുഡ്. അല്ലെങ്കിലും നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ എല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാ മല ചോന്നോണ്ട് ഒരാളെ ജോലിയല്ലേ ജിമ്മി ഏൽപ്പിച്ചത്. ഇതൊക്കെ ഞാനും ചെയ്യും. നിന്നെയല്ലേ ജൂലി ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആദ്യം ഏൽപ്പിച്ചത്. എന്നിട്ട് നീ പറഞ്ഞു നാളെയാകട്ടെ എന്ന്. എന്ത് ജോലിയും നാളത്തേക്ക് മാറ്റിവെക്കുന്നത് മടിയന്മാരുടെ ലക്ഷണമാ. ഓ, ഞാൻ മടിച്ചാന്നല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ പൊതുവെ പറഞ്ഞതാ. അല്ല, ടോം എന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത്. ടോം, സംസാരിച്ചു നിന്ന് സമയം കളയാതെ വാ. നമ്മൾ വായിച്ചിട്ടില്ലേ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം സമയമാണെന്ന്? അതാര് പറഞ്ഞു? ഇമ്മാതിരി മണ്ടത്തരം പറയുന്നവരെ തൂക്കിക്കൊല്ലണം. അല്ല ജൂലി, സമയം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. ഓ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി. ഞാൻ പുറത്തു. ഇമ്മാതിരി മണ്ടത്തരം വിശ്വസിക്കാനേ എന്നെ കിട്ടില്ല. ടീന വാ. ജിമ്മി, മുറിയിലേക്ക് ആരെയും കയറ്റണ്ട. നല്ല കോൺസെൻട്രേഷൻ വേണ്ട ജോലിയാ. ഓക്കെ? പറഞ്ഞത് മനസ്സിലായല്ലോ ജിമ്മി. ഞങ്ങളെ ആരും ശല്യപ്പെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. ജൂലിയോടും കൂടാ പറഞ്ഞത്. അല്ല, അപ്പോ എന്റെ ഐഡിയാസ് അല്ല ജിമ്മി, നീ എന്തിനാ എന്ത് കണ്ടാലും ഇങ്ങനെ ഇളിക്കുന്നത്? വല്ല അസുഖമുണ്ടോ? കൂൾ ഡൗൺ ജൂലി. നീ വാ, അവരവരുടെ ജോലി ചെയ്യട്ടെ. നമുക്കിവിടെ ഇരിക്കാം. നീ ഇവിടെ കുത്തിയിരുന്നു. ഞാൻ പോവാ. എനിക്ക് വേറെ ജോലിയുണ്ട്. എങ്ങോട്ട്? എന്ത് ജോലി? ആ, എങ്ങോട്ടോ പോണം. എന്തോ ജോലിയുണ്ട്. ഇവിടെയൊക്കെ സൈലന്റ് ആണല്ലോ. ടോമും ടീനും ഒന്നും ഇല്ലേ? വന്നത് വെറുതെ ആയോ? വലിയ കണ്ടുപിടുത്തക്കാരിറങ്ങിയിരിക്കുന്നു. ഈ ജോലിക്ക് പ്രവേശനമില്ല പോലും. ഇവരെന്താ ആറ്റപ്പാമ്പാണോ കണ്ടുപിടിക്കുന്നത്? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഈ ജോലി എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് നോക്കട്ടെ. ബുദ്ധിമാന്മാര് ജനൽ കർട്ടൻ ഇട്ടേക്കുവാ. ഇല്ലെങ്കിൽ കാണാമായിരുന്നു. എന്താ ജോലി? നീ പാത്തും പതുങ്ങി നിന്ന് വാച്ച് ചെയ്യുന്നത്? പാത്തും പതുങ്ങിയോ? ഞാനൊന്നും നോക്കിയില്ല. നിനക്ക് തോന്നിയതാവും. അല്ലല്ലോ ജൂലി, എന്തോ കള്ളത്തരമുണ്ടല്ലോ. ഉണ്ടെങ്കിൽ കണക്കായിപ്പോയി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വെറുതെ മെനക്കെടുത്താൻ. ജോലി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്താ പ്രശ്നം? ടോമും ടീനും എന്തിയേ? ഈ മുറിയിലുണ്ട്. ചൊവ്വയിലേക്ക് പോകാൻ റോക്കറ്റ് ഉണ്ടാക്കുക. എന്താ, നിനക്ക് പോണോ? എന്തിനാ ജോലി നീ വെറുതെ ചൂടാവുന്നത്? കാര്യം പറയൂ. ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ല. അത് തന്നെ കാര്യം. ദേ ജോലി, ഞാനാണ് വിശന്ന് വലഞ്ഞു വന്നിരിക്കുക.
ആ കുളത്തിന്റെ കരയിൽ 1 മണിക്കൂർ കുത്തിയിരുന്നിട്ട് ഒറ്റ മീനിനെയും കിട്ടിയില്ല. ഇവിടെ ഫ്രിഡ്ജില് ഫിഷ് എന്തേലും ഉണ്ടാവോ? ഫിഷ് എനിക്ക് തന്നെ മുള്ള കിട്ടാറ്. പിന്നെയല്ലേ നമുക്കൊന്നും ഒരു വിലയില്ലെന്നേ. ആ ടോമും ടീനയും ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഹായ് ബറ്റി. ഹായ് ജൂലി. എന്താ രണ്ടുപേരും പുറത്തു നിൽക്കുന്നത്? ഹായ് അങ്കിൾ. എന്താ ജൂലി, ആകെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ. ജൂലി ഭയങ്കര ദേഷ്യത്തിലാ. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്താ ജൂലി, എന്തു പറ്റി? ടോമിനോടും ടീനയോടും പോയി ചോദിക്കേ. എന്നോട് വീട്ടിൽ കേറി പോരെന്നാ പറഞ്ഞിരിക്കുന്നെ. അവരങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കാമല്ലോ. ഞാനില്ല, അങ്കിൾ ചോദിച്ചാ മതി. ഇതുവരെ കഴിഞ്ഞില്ലേ ഇവരുടെ കണ്ടുപിടുത്തം? ടോമും ടീനയും അല്ലേ? എന്തെങ്കിലും സൂപ്പർ സംഭവമായിരിക്കും. ഹായ് ജിമ്മി. ഹായ് അങ്കിൾ. ടോമും ടീനയും എവിടെ? ആ പാവം ജൂലിയെ പുറത്തിറക്കിയിട്ട് നിങ്ങൾക്കെന്താ ഇവിടെ പരിപാടി? യുറേക്കാ! യുറേക്കാ! അത് കലക്കിട്ടോ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അങ്കിൾ, അവര് വിജയിച്ചു. കേട്ടില്ലേ? യുറേക്ക, യുറേക്ക. എന്താ, എന്ത് പറ്റി? വലുതും പൊട്ടിത്തെറിച്ചോ? ഒന്നും പൊട്ടിത്തെറിച്ചല്ല ജൂലി. പിന്നെന്തിനാ ജിമ്മി ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞു ഒച്ച വെച്ചത്? ഓടിക്കോ ഓടിക്കോ എന്നല്ല ജൂലി, യുറേക്ക യുറേക്കാന്നാ ഞങ്ങൾ പറഞ്ഞത്. അതായത് ഞങ്ങൾ കണ്ടെത്തിയെന്ന്. അതിന് നിങ്ങളുടെ എന്തോന്നാ കാണാതെ പോയത്? ഹോ, എന്റെ ജൂലി, ടോമിന്റെയും ടീനയുടെയും പരീക്ഷണത്തിൽ അവര് വിജയിച്ചെന്ന്. ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത. നിർത്ത. ആർക്കാണാ ബുദ്ധിയില്ലാത്തത്? എന്തെങ്കിലും കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അലറിയാണ് വേണ്ടത്, ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട്. എന്നിട്ട് എനിക്ക് ബുദ്ധിയില്ലെന്ന്. സന്തോഷം കൊണ്ടല്ലേ ജൂലി, നീ ക്ഷമിക്കുക. എന്താ നിങ്ങളുടെ കണ്ടുപിടുത്തം? കാണട്ടെ. ഇതൊരു കണ്ണടയല്ലേ? ഇതാണോ കണ്ടുപിടുത്തം? ഇത് വെറും കണ്ണാടിയല്ല ജൂലി. പിന്നെന്താ? ഇത് വെച്ച കണ്ണ് കാണില്ലായിരിക്കും. അല്ല ജൂലി, ഈ കണ്ണട വെച്ചാൽ ഏതിരുട്ടിലും നമുക്കെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് കലക്കി. ടോമേ, ടീനെ, ആ കണ്ണട എനിക്ക് തരണം കേട്ടോ. രാത്രിയിൽ സുഖമായിട്ട് മീൻ പിടിക്കാമല്ലോ. സോറി ഫ്രണ്ട്സ്, ഇത് ആർക്കും തരില്ല. ഇത്തവണത്തെ സയൻസ് എക്സിബിഷന് പ്രദർശിപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് നേടാനുള്ളതാ. രാത്രിയിലും കാണുന്ന കണ്ണട ചുമ്മാ പുളു ഓടിക്കില്ലേ ടോമേ? എന്തിനാ ജോലി ഇങ്ങനെ തർക്കിക്കുന്നത്? നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതല്ലേ ഉള്ളൂ. രാത്രി ആവട്ടെ, അല്ലേ ടോം? യെസ് പപ്പ, നമുക്ക് പരീക്ഷിക്കാം. അതെ ടോം, എങ്ങനെയാ അതിന്റെ പ്രവർത്തനം ഒന്ന് പറയാമോ? പപ്പ, ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ ഗ്ലാസിൽ നിന്നും പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ വസ്തുവിൽ തട്ടി തിരിച്ചു വരും. അങ്ങനെ വസ്തുവിന്റെ യഥാർത്ഥ രൂപം രേഖപ്പെടുത്തും. ഞങ്ങൾ ഇതിന്റെ നിർമ്മാണം ഇന്റർനെറ്റിൽ നിന്നും കണ്ടുപിടിച്ചതാ. അത് കലക്കി. ഇത് മിലിറ്ററിയിലും മറ്റും നേരത്തെ ഉപയോഗിക്കുന്നതാ. കുട്ടികളായ നിങ്ങളിത് കണ്ടുപിടിച്ചത് നേട്ടം തന്നെ. ഈ സന്തോഷത്തിന് ടോമിനും ടീനയ്ക്കും എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇതാണോ വലിയ കണ്ടുപിടുത്തം? ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്കും രാത്രിയിൽ കാണാൻ പറ്റും. ഒരു വലിയ കണ്ടുപിടുത്തക്കാരിറങ്ങിയിരിക്കുന്നു. ഈ ജോലിക്ക് ഇത് എന്ത് പറ്റി? ഹേ ജോലി, പിണങ്ങാതെ വാ, നമുക്ക് അല്പനേരം TV കാണാം. ഞങ്ങൾക്കും അല്പം റെസ്റ്റ് വേണം. ടോമാഞ്ചറി അല്ലേ എന്റെ വർഗത്തെ കൊച്ചാക്കി കാണിക്കുന്ന കാർട്ടൂൺ? അത് കണ്ട് നിങ്ങളിരുന്ന് ചിരിച്ചോ? ഞാനെങ്ങുമില്ല. ഇരുട്ടത്ത് കാണുന്ന കണ്ണട, അത് കണ്ടുപിടിച്ചതിന് ടോമിനും ടീനിക്കും കയ്യടി.
അഭിനന്ദനം പാർട്ടി. ഏതിരട്ടിലും കണ്ണു കാണാവുന്ന എനിക്ക് ഒരു വിലയുമില്ല. മടുത്തു ഈ അവഗണന. ജോലി ജോലി ഇവിടെ നോക്ക്. നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ആ ടോമിനെയും ടീനിനെയും ഒതുക്കണം. ഇല്ലെങ്കിൽ നിന്നെ ആരും വിലവെക്കില്ല. അതെനിക്കും അറിയാം. എല്ലാവർക്കും സ്നേഹവും പരിചരണവും എപ്പോഴും അവർക്കാണ്. വലിയ മിടുക്കനും മിടുക്കിയുമാണെന്നാ നാട്ടില് മുഴുവനും സംസാരം. നിനക്ക് അവരോട് നല്ല ദേഷ്യമുണ്ടല്ലേ? പിന്നല്ലാതെ ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്ന ബുദ്ധി കൊണ്ടാ പല പ്രശ്നങ്ങൾക്കും ടോമും ടീനയും പരിഹാരം കാണുന്നത്. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവനും അവർക്ക്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ മനസ്സിലായി. വെറുതെ തട്ടിവിടുകയാണല്ലേ. അവരെ ഒന്ന് നാണം കെടുത്താൻ ഒരു വഴിയുണ്ട്. സ്കൂളിൽ നടക്കുന്ന സയൻസ് എക്സിബിഷന് ടോമും ടീനയും ആ കണ്ണട പ്രദർശിപ്പിക്കരുത്. അത് കൊള്ളാം. പക്ഷേ എങ്ങനെ? അതിനുള്ള ബുദ്ധി പോലും ഇല്ലെങ്കിൽ ആ ടോമിന്റെയും ടീനയുടെയും പുറകെ വാലായിട്ട് തന്നെ നടക്ക്. അല്ല പിന്നെ. അയ്യോ, ഞാനിപ്പം വിശന്ന് ചാവേ. മോഷണവും തരികട പരിപാടിയായിട്ട് നടന്നപ്പോ ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലായിരുന്നു. നല്ലവനാവും പോയതോടെ പട്ടിണി കിടന്ന് ചാവൂന്നാ തോന്നുന്നേ. എന്റെ അമ്മോ, ഇത്തിരി പുല്ലെങ്കിലും പറിച്ചു തിന്നാലോ. വരുന്നുണ്ട് മണ്ട ശിരോമണികള്. എന്നിവന്റെ ഒക്കെ കൂട്ടുകൂടിയോ? അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. എന്നെ തല്ലേണ്ട മാമാ, ഞാൻ നന്നാവൂല. എന്നെ 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 തല്ലേണ്ട മാമാ, ഞാൻ നന്നാവൂല. നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്ന കാര്യമല്ലോടൂ താൻ നന്നാവൂലെന്ന്. അതിന് വിളിച്ചു പോകുന്ന എന്തിനാ? എന്തു നല്ല പാട്ടാ അല്ലേ കാർലൂസ്? ഒന്ന് നിർത്തോ. ഞാനിവിടെ വിശന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ നിന്റെ ഒരു പുല്ലാര. ഞാൻ വരുന്ന വഴിക്ക് പള്ളിയിൽ ആരുടെയോ മനസമ്മതം. നല്ല ചിക്കൻ ബിരിയാണിയുടെ സദ്യ. ഞാൻ കേറിയിരുന്ന് അങ്ങ് കഴിച്ചു. ദേ, കയ്യിലെ മണം പോയിട്ടില്ല. എടാ ദുഷ്ട, ഒരു ബിരിയാണി എനിക്കും കൊണ്ടുവരാമായിരുന്നില്ലേടോ. അതൊരു നാണം കെട്ട പണിയല്ലേ കാർലൂസ്? വിളിക്കാത്ത സദ്യക്ക് കേറിയിരുന്ന് മൂക്കുമുട്ട തിന്ന. അതിനൊരു നാണക്കേടും ഉണ്ടായിരുന്നില്ലല്ലേ? അവര് വിളിക്കാൻ മറന്നുപോയതായിരിക്കുമെന്നേ. ചെല്ലേണ്ടത് നമ്മുടെ കടമയല്ലേ, തിന്നേണ്ടതും നമ്മുടെ കടമയല്ലേ. അതിന് തന്നെ അവർക്കറിയാമോ? ദേവാധീനത്തിന് എന്നെ അറിയുന്നവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഹോ, എന്റെ ദൈവമേ, എന്തൊരു ജന്മം. അതാരാ ഗോൾഡൻ സിറ്റിയിൽ നമ്മെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ? ഞാനാ ജോലി. നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണാനാ ഞാൻ വന്നേ. എന്താ കാര്യം? പുതിയ വഴി വല്ലതും വെട്ടാനുണ്ടോ? കാർലൂസേ, റെഡി ആയിക്കോ. വീണ്ടും അംഗീകാരം, അനുമോദനം കേൾക്കുമ്പോൾ തന്നെ മേല് മുഴുവനും കുളിരു കോരുന്നു. എനിക്കിവിടെ വിശന്നിട്ട് കോച്ചി വലിക്കുന്നു. അന്നേരം നിന്റെയൊക്കെ നിങ്ങൾക്ക് തന്ന അനുമോദനവും അംഗീകാരവും ഒക്കെ വെറുതെ ആയിരുന്നു. ആ ടോമിൻ ടീനയും ചേർന്ന് കളിയാക്കിയതാ. നീ എന്താ ജൂലി പറയുന്നേ? കളിയാക്കിയതോ? പിന്നല്ലാതെ. നിങ്ങള് ജോസപ്പൻ ചേട്ടന്റെ ഓട്ടോ അടിച്ചെടുക്കാനാ വഴി വെട്ടിയെന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു. കാർലോസേ, ചതി, വേൾഡ് ചതി. നമ്മളെ നല്ലവന്മാരാക്കി ഇല്ലാതാക്കാനുള്ള മാസ്റ്റർ പ്ലാനിങ്. അത് തന്നെ. അതിരിക്കട്ടെ, ജൂലി എന്തിനാ ഇപ്പം ഇതൊക്കെ ഞങ്ങളോന്ന് പറയുന്നേ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളിങ്ങനെ നല്ലവരായി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് മാത്രമല്ല ജൂലിക്കും വിഷമമുണ്ട്. നിങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ ഇപ്പൊ ഒരവസരമുണ്ട്. പറ ജൂലി.
രാത്രിയിൽ കാണാവുന്ന കണ്ണടയോ? മൈ ഗോഡ്, എനിക്കതങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിനെന്താ ഇത്ര അത്ഭുതം? കണ്ണട വെച്ചിരിക്കുന്നത് വെളിച്ചത്താണെങ്കിൽ ഏത് രാത്രിയിലും കാണാം. എന്റെ ദൈവമേ, എന്നെ അങ്ങോട്ട് കൊല്ല്. കണ്ണട കാണാവുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ പറഞ്ഞ കണ്ണട ധരിച്ചാൽ ഇരുട്ടത്ത് നമുക്കെല്ലാം കാണാൻ പറ്റുമെന്ന്. ഓ, അങ്ങനെയാണോ? അത് കൊള്ളാവല്ലോ. ഞാൻ പോവാ. ആ കണ്ണട നിങ്ങൾക്ക് കിട്ടിയാൽ അതിന്റെ ഗുണം ഞാൻ പറയണ്ടല്ലോ. പിന്നെ അത് പറയാനുണ്ടോ? ജൂലി പറഞ്ഞ പോലെ തന്നെ നീ രാത്രിയിൽ റൂമിന്റെ ജനല് തുറന്നിടുമല്ലോ. ഈ ജൂലി പറഞ്ഞതാ. അതു മതി. ബാക്കി ഞങ്ങൾ അല്ല ഈ കാർ ഉസേറ്റു. എന്നാ പിന്നെ ഒരു മുന്നറിയിപ്പും കൂടി തരാം. ഇയാളെ കൂടെ കൂട്ടിയാൽ ഈ പദ്ധതി പൊളിയും. പാവം കുട്ടികളുടെ മനസ്സാ. കള്ളം പറയാൻ അറിയില്ല. നൈറ്റ് വിഷൻ ഗ്ലാസ് നമ്മളൊരു കളി കളിക്കും. എന്നെ തല്ലേണ്ട മാമ. ഞാൻ നന്നാവൂല എന്ന പാട്ട് നമുക്ക് വേണ്ടി എഴുതിയ പോലെ. ടീന, നീ ഇങ്ങനെ കരയല്ലേ. ആ കണ്ണട നമുക്ക് തിരിച്ചു കിട്ടും. അതെ, ഇൻസ്പെക്ടർ വിശദമായി അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്നാലും അതാരടിച്ചു മാറ്റിന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ആ കാർലോസും റോക്കിയും ഇതിന്റെ പിന്നിലെങ്ങാനും ഉണ്ടോ? ടോം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശോ, നാളെയാ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ. ഇന്ന് തന്നെ കണ്ണട കിട്ടിയില്ലെങ്കിൽ എല്ലാം കൊളാവും. കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ ഒരുപാട് ഫെയിം പറഞ്ഞതാ. അങ്ങനെ ഒരു കണ്ണാടിയില്ലെന്ന് പറഞ്ഞ അവരെന്നെ കളിയാക്കും. ജൂലി, ആ കണ്ണട ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് നിന്നെ ഞങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചില്ലേ? അതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയായിരിക്കും ഞങ്ങൾക്ക്. അത് സാരമില്ല ടോം. അത്തരത്തിലൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അതിൽ വേണം. എന്നാലേ അത് വിജയിക്കൂ. അതിനു വേണ്ടിയാണ് നിങ്ങൾ ജൂലിയെ ഒഴിവാക്കിയതെന്ന് അവൾക്കും അറിയാം. അല്ലേ ജൂലി? ആ, എന്തായി ഇൻസ്പെക്ടർ? ഒരു രക്ഷയില്ല. പല രീതിയിലും അരിച്ചു മുറുക്കി നോക്കി. ആ കണ്ണട അതെവിടെയുമില്ല. എന്നാലും അതാരടിച്ചു മാറ്റിന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ആ കാർലോസും റോക്കിയും ഇതിന്റെ പിന്നിലെങ്ങാനും ഉണ്ടോ? അതെങ്ങനെയാ പറ്റി? അവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. മാത്രമല്ല, കാർലോസും റോക്കിയും കണ്ണട തരയാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. അവർ നല്ലവരായെന്നായി എനിക്ക് തോന്നുന്നു. ഇനി എന്ത് ചെയ്യും ടോം? ശോ, അതെങ്ങനെ കണ്ടെത്തിയേ തീരൂ. അതെ, അല്ലെങ്കിൽ സ്കൂളിൽ ഞങ്ങൾക്ക് നാണക്കേടാകും. അതല്ല ടീന പ്രോബ്ലം. ഏതെങ്കിലും കുബുദ്ധികളുടെ കയ്യിൽ അത് കിട്ടിയാൽ അവർ ചീത്ത പ്രവൃത്തികൾക്ക് അത് ഉപയോഗിക്കും. ഓ, അതും ശരിയാണ്. അങ്ങനെ ഒരു വശവും കൂടിയുണ്ട്. ഹാ, ജിമ്മി, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാനോ? എങ്ങനെ? ഒരു മിനിറ്റ്, ഞാൻ ദാ വന്നു. ടോമല്ലേ ആള്. എന്തെങ്കിലും ഐഡിയ കണ്ടിട്ടുണ്ടാവും. ജിമ്മി, ടോം പറയുന്ന പോലെ ചെയ്താൽ മതി. യെസ് സാർ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. ദാ, ഇതാ കണ്ണട ഉണ്ടാക്കിയ ഫ്രെയിമിന്റെ ബാക്കിയാ. ഇതിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ജിമ്മി, നീ ഇതിന്റെ മണം ഒന്ന് ഫോളോ ചെയ്യാമോ? ഹായ്, ഉഗ്രൻ ഐഡിയ. ഞാൻ ഏറ്റു ടോം. ചതിച്ചോ ദൈവമേ, ഒന്നും വേണ്ടായിരുന്നു. ബെറ്റി, മരത്തിൽ എവിടെയെങ്കിലും കണ്ണട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. ആ, അതിവിടെ ഉണ്ട് ടോം. അത് ഞാനെടുക്കാം. കലക്കി ജിമ്മി. താങ്ക് യു ജിമ്മി. നിന്നെ ഞാൻ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നീ ഹാപ്പി അല്ലേ ടീന? എന്നാലും ആരിത് ചെയ്തു ടോം? അതറിയാൻ ഒരു വഴിയുണ്ട് ടീന. ബെറ്റി, ഇത് സാധാരണ കണ്ണടയാ. നീ ഇത് ആ പൊത്തിൽ വെച്ചേക്ക്. പക്ഷേ കാണാൻ ഒരുപോലെയുണ്ട്.
അത് കൊള്ളാം ടോം. ഈ സാധാരണ കണ്ണട വെച്ച് എടുത്തോമ്മ രാത്രിയിൽ ഇറങ്ങും, കുടുങ്ങുകയും ചെയ്യും. ജൂലി വന്ന് പശ്ചാത്താപത്തോടെ എല്ലാം ഏറ്റു പറഞ്ഞു. ടോമിനോടും ടീനയോടും വെറുതെ തോന്നിയ വിദ്വേഷമാണ് ഇതിനെല്ലാം കാരണം. സാരമില്ല ജൂലി, പക്ഷേ നീ ആ സാധനം കാർലോസിന്റെയും റോക്കിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ശരിയായില്ല. അവരിനി അതുകൊണ്ട് എന്തൊക്കെ ദുഷ്ടത്തരം ഒപ്പിക്കുവോ ആവോ. രാത്രിയിൽ തടസ്സമില്ലാതെ കാഴ്ച കിട്ടിയാൽ മോഷണവും മറ്റും എളുപ്പമാകുമല്ലോ. അതാ എന്റെ പേടി. ഇല്ല ഫാദർ, ഞാൻ അതെങ്ങനെയും തിരിച്ചു വാങ്ങും. ജിമ്മി അല്ലേ അത്? അവർ തിരിച്ചെത്തിയല്ലോ. പപ്പാ, കണ്ണട തിരിച്ചു കിട്ടി. ടോമിന്റെ ബുദ്ധിയും നമ്മുടെ ജിമ്മിയുടെ മിടുക്കും കൂടി ആയപ്പോ സംഗതി സക്സസ്. എന്തായാലും ഇതെടുത്തവനെ ഞാനുടൻ പൊക്കും. ഇതെടുത്തതാരാണെന്നും അതെങ്ങനെ സംഭവിച്ചുവെന്നും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെ? ടോമേ, ടീനെ, ഞാൻ അതെടുത്ത് റോക്കിയും കാർലൂസിനെ ഏൽപ്പിച്ചത്. എന്തിന് എന്തിനു വേണ്ടിയാ ജൂലി നീ അങ്ങനെ ചെയ്തത്? നിങ്ങളോട് ജൂലിക്ക് തോന്നിയ ചെറിയൊരു വിദ്വേഷം അത് വലിയൊരു അപകടമായി മാറുമായിരുന്നു. പക്ഷേ ദൈവം കാത്തു. എന്നോട് ക്ഷമിക്കണേ ടോമേ, എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് ടീന. ഹേ, ഒരിക്കലുമില്ല. നീ ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് അല്ലേ? കുട്ടികളെ, നമ്മളുടെ മനസ്സിലുള്ള വിദ്വേഷം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ആരോടാണ് വിരോധമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിദ്വേഷം നമ്മുടെ മനസ്സിനെ കരണ്ട് തിന്നും. അത് നമ്മളെ ദൈവത്തിൽ നിന്നകറ്റി വിവേകവും ബുദ്ധിയുമെല്ലാം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ആരോടും ഒന്നിനോടും നമുക്ക് വിദ്വേഷം വേണ്ട. നമുക്ക് വിദ്വേഷം വേണോ കുട്ടികളെ? വേണ്ട വേണ്ട വേണ്ട. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ കുന്ത്രാണ്ടൊന്നും വിശ്വസിക്കരുതെന്ന്. രാത്രിയിൽ കണ്ണു കാണുമെന്നും പറഞ്ഞ് കക്കാൻ ഇറങ്ങിയതാ. നാട്ടുകാരുടെ തല്ല് മാത്രം മിച്ചം. ആദ്യത്തെ അടി കണ്ണിലായിരുന്നല്ലേ? ഓ, അതെന്നെ ഓർമ്മിപ്പിക്കാതടോ. പൂവർ ഗൈ.